ടേസ്റ്റ് ആയിട്ടുള്ളൊരു വെണ്ടക്ക മെഴുക്ക് പറ്റീൻ്റെ റെസിപ്പി നോക്കിയാലോ. കഴുകി വൃത്തിയാക്കിയിട്ട് നൈസായിട്ട് അരിഞ്ഞ വെണ്ടക്ക നമുക്ക് മാറ്റി വെക്കാം. ഇനി പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. നല്ലതുപോലെ ചുറ്റിച്ചെടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നേരത്തെ കഴുകി നൈസായിട്ട് മുറിച്ച് വെച്ച വെണ്ടക്ക നമുക്കിതിലേക്ക് തട്ടിക്കൊടുക്കാം. പേരിന് മാത്രം ഉപ്പ് ചേർത്താൽ മതി ഈ സമയത്ത്, കാരണം നമുക്ക് ഇനി വഴറ്റുന്ന ഉള്ളിയൊക്കെ വഴറ്റാണ്ട് ആ സമയത്ത് നമ്മൾ ബാക്കി ഉപ്പ് ആഡ് ചെയ്യും. അപ്പം കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ മുരിച്ചെടുക്കണം. അടച്ച് വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിൽ നമുക്കിത് തുറന്ന് വെച്ചിട്ട് ഇളക്കി കൊടുത്തിട്ട് മുരിച്ചെടുക്കണം. ഇങ്ങനെ ചെയ്താൽ ആ വെണ്ടക്കേൻ്റെ ആ കൊഴുകൊഴുപ്പുണ്ടാവുമല്ലോ, അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ വെണ്ടക്ക നമ്മളിങ്ങനെ മുരിച്ചെടുക്കുന്നത്. ഇനി അതേ പാനിലേക്ക് തന്നെ വെണ്ടക്ക മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം ചെറിയ ജീരകം, പെരുംജീരകമല്ല ചെറിയ ജീരകം, വളരെ കുറച്ച് മതി. കാരണം അതിൻ്റെ കുത്തൽ വേണ്ട, പക്ഷെ അത് നിർബന്ധമായിട്ടും ആഡ് ചെയ്യണം. അതാണ് ഈ ഉപ്പേരിയുടെ ഹൈലൈറ്റ്. അപ്പോൾ കുറച്ച് ചെറിയ ജീരകം ചേർത്തിട്ട് അത് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ കുനുകുനാന്ന് അരിഞ്ഞ ഒരു 4-5 സവാള, അത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഞാനിവിടെ ഒരു 5 സവാള എടുത്തിട്ടുണ്ട്. ഒരു 10-15 വെണ്ടക്കായും ഉണ്ടായിരുന്നു. അത് നല്ലതുപോലെ കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മൾ ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ വഴറ്റിയെടുക്കുക. അതൊരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം. ലോ ഫ്ലെയിം തന്നെ ആയിരിക്കണം കേട്ടോ, കാരണം വെള്ളമൊന്നും ആഡ് ചെയ്യില്ല. നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. ഒരു 4-5 അല്ലി വെളുത്തുള്ളി നല്ലതുപോലെ ചതച്ചെടുത്തത് ഇതിലേക്ക് ആഡ് ചെയ്യണം. അതും കൂടി റോസ്റ്റ് ചെയ്ത് മൂപ്പിച്ചതിന് ശേഷം പച്ചച്ചവ മാറിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മുരിച്ച് വെച്ച വെണ്ടക്ക ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഞാൻ ഒരിക്കലും തീ കൂട്ടിയിട്ടില്ല കേട്ടോ, നേരത്തെ വെച്ചതുപോലെ ലോ ഫ്ലെയിമിൽ തന്നെയാണ്. ഇനി ഇതിലേക്ക് ഒന്ന് വഴറ്റി വന്നതിന് ശേഷം പൊടികളായിട്ട് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, ഇത്രയും പൊടികൾ ആവശ്യമുള്ളൂ. അത് ഇട്ടതിന് ശേഷം നല്ലതുപോലെ നമുക്ക് മൂപ്പിച്ചെടുക്കണം. അടച്ച് വെക്കുന്നേ ഇല്ല കേട്ടോ. ഈ സമയത്തൊന്നും അടച്ച് വെക്കണ്ട, കാരണം തീ കുറച്ചിട്ട് തന്നെ വേണം, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. ഈ സമയത്തൊക്കെ നമുക്ക് ഇനി വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് അടി പിടിക്കുന്നുണ്ട് അങ്ങനെ തോന്നുകയാണെങ്കിൽ വെളിച്ചെണ്ണ പേരിന് ആഡ് ചെയ്യുക കേട്ടോ. വെള്ളം ഒരിക്കലും ആഡ് ചെയ്തേ. എന്നിട്ട് നല്ലതുപോലെ അതിൻ്റെ പച്ചച്ചവ മാറുന്നവരെ ഇളക്കി യോജിപ്പിച്ച് മൂപ്പിച്ചെടുക്കുക. അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റോളം കുക്ക് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാനും മറന്നു പോകരുത്. പൊടികളുടെ പച്ചച്ചവൊക്കെ മാറിയ ശേഷം ആവശ്യത്തിലേറെ കറിവേപ്പില ആഡ് ചെയ്യാം. അത് ഫ്ലേവർ കൂട്ടും. എന്നിട്ട് നല്ലതുപോലെ റോസ്റ്റ് ചെയ്ത് എടുക്കുക. ഇപ്പോൾ തന്നെ നമ്മുടെ വെണ്ടക്ക മെഴുക്ക് പുരട്ടി റെസിപ്പി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് പറയണേ.